വെൽക്കം ടു ടൈംസ് യൂട്യൂബ് ചാനൽ മലയാളം. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഗർ കംപ്ലീഷൻ, ഫിഗർ ഫോർമേഷൻ, ഇമേജസ് എന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം SSC ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, എക്സാം ഏതാണെങ്കിലും റീസണിങ് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. ആ റീസണിങ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, വെർബൽ എന്നും നോൺ വെർബൽ എന്നും. അതിൽ നോൺ വെർബൽ റീസണിങ്ങിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഈ ഫിഗർ കംപ്ലീഷൻ ആൻഡ് ഫിഗർ ഫോർമേഷൻ. ആക്ച്വലി ഇതൊരു എക്സ്ക്ലൂസീവ്ലി SSC കണ്ടന്റ് ആണ്. കാരണം SSCക്കും റെയിൽവേക്കുമാണ് ഈ നോൺ വെർബൽ കൂടുതലും ചോദിക്കാറ്. ഓക്കെ, സോ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ആൻസർ ഫിഗർ വിൽ കംപ്ലീറ്റ് ദി പാറ്റേൺ ഇൻ ദ ക്വസ്റ്റ്യൻ ഫിഗർ? നമുക്കറിയാം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഫിഗർ തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ബാങ്കോ ഇൻഷുറൻസോ ആണ് എക്സാം എങ്കിൽ അവിടെ ഓപ്ഷൻസ് 5 എണ്ണം ഉണ്ട്. എന്നാൽ ഫോർ SSC ആൻഡ് റെയിൽവേ ഓപ്ഷൻസ് 4 എണ്ണേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊരു എക്സ്ക്ലൂസീവ്ലി SSC കണ്ടന്റ് ആണെന്ന്. ഓക്കെ, സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഫിഗർ തന്നിട്ടുണ്ട്, നമ്മൾ ആ ഫിഗർ പൂരിപ്പിക്കണം. ഇവിടെ നമുക്കറിയാം 3 ഫിഗർ ഉണ്ട്, അതിൽ 4ാമത്തെ ഫിഗർ ഏതാണ് നമ്മൾ ഗസ് ചെയ്യണം. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് 4 ഉത്തരമുണ്ട്. നമുക്ക് നോക്കാം, ഇത് ആക്ച്വലി കണ്ടാൽ തന്നെ നമുക്കറിയാം ഏതാണ് ഉത്തരമെന്ന്. നമുക്ക് നോക്കാം. ഇവിടെ ഫിഗറിൻ്റെ ഒരു പാറ്റേൺ, ഈ ഒരു പാറ്റേൺ ആക്ച്വലി വ്യത്യാസമൊന്നുമില്ല. ഇതെല്ലാം എല്ലാ ഫിഗറിലും സെയിം ആണ്. എന്നാൽ വ്യത്യാസം ഏതേ ഉള്ളൂ, ആ ഡോട്ടിൻ്റെ ഇതിലാണല്ലേ. ഓരോ കോർണറിലുമായിട്ടാണ് ഡോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കോർണറിലായിരുന്നു, പിന്നീട് ഇങ്ങോട്ട് മാറി. ആ ഒരു പാറ്റേൺ വെച്ച് ഡോട്ട് എങ്ങോട്ട് പോകണം, ഇനി ഇങ്ങോട്ട് വരണം അല്ലേ. സോ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഡയറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ 2 ആണ് ഉത്തരമെന്ന് അല്ലേ. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതും ആ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പിന്നെ കുറച്ചുകൂടി ഒരു ഒബ്സർവേഷൻ വേണമെന്നേ ഉള്ളൂ അല്ലേ. വിച്ച് ആൻസർ ഫിഗർ വിൽ കംപ്ലീറ്റ് ദി പാറ്റേൺ ഇൻ ദി ക്വസ്റ്റ്യൻ ഫിഗർ? ഇവിടെയും നമുക്കറിയാം 4ാമത്തെ ഫിഗർ മിസ്സിംഗ് ആണ്. നമുക്കറിയാം ആക്ച്വലി ഇവിടെ ഔട്ട്സൈഡ് ആയിട്ട് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടല്ലേ. നമുക്ക് വേണ്ട ഫിഗറിൽ ആക്ച്വലി ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഒരു ഔട്ടർ ലെയർ ആയിട്ടുണ്ട്. ഈ ഓപ്ഷൻസ് നോക്കി അറിയാം, അതിൽ ഓപ്ഷൻ 4 ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണോ? അല്ല. അതുപോലെ ഓപ്ഷൻ 3യും നമുക്ക് ഡീപ്പായിട്ട് നോക്കി അറിയാം, അതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ല. സോ ഓപ്ഷൻ 3 നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഉള്ളത് 2 ഓപ്ഷൻസാണ്, ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും. അതിൽ നമുക്കറിയാം ഓപ്ഷൻ എയിലും ബിയിലും ഈ ട്രയാങ്കിളിനകത്തായിട്ട് ഒരു പെൻഡഗൺ ഉണ്ടല്ലേ. ഒന്ന് നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗറിൽ ആ പെൻഡഗണിന് ക്രോസ് ആയിട്ടൊരു ലൈൻ ഉണ്ടോ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ടോ? ആക്ച്വലി ആ ലൈൻ ഓപ്ഷൻ 2ൽ മിസ്സിംഗ് ആണ്. സോ ആ ഒരു ഒറ്റ കാരണത്താൽ ഓപ്ഷൻ 2 നമുക്ക് കളയാം. സോ ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ക്ലിയർ അല്ലേ? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതും പാറ്റേൺ കംപ്ലീഷൻ തന്നെയാണ്. നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ക്ലിയർലി മനസ്സിലാവും ഇതൊരു റെക്ടാങ്കിൾ ആണ്. ഈ പാറ്റേൺ നോക്കിയാൽ മനസ്സിലാവും ഇതൊരു റെക്ടാങ്കിൾ ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് റെക്ടാങ്കിൾ ആണ്. ആ റെക്ടാങ്കിളിൻ്റെ മിഡിലൂടെ ആയിട്ട് ഒരു സ്ലോപ്പ് പോകുന്നുണ്ട്. അതാണ് ആക്ച്വലി പാറ്റേൺ അല്ലേ. ഒരു റെക്ടാങ്കിൾ, അതിന് മിഡിലൂടെ ഒരു സ്ലോപ്പ് അല്ലേ, ഇങ്ങനെ ഒരു സ്ലോപ്പ് പോകുന്നുണ്ട്. അതാണ് ഈ ഒരു പാറ്റേൺ പോകുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ ഒരു പാറ്റേണിനോട് കറക്റ്റായിട്ട് കാണുന്നത് ഓപ്ഷൻ 2 ആണല്ലേ. കാരണം ഓപ്ഷൻ 4ലേക്ക് വന്നു കഴിഞ്ഞാൽ റെക്ടാങ്കിൾ മിഡിലൂടെ അല്ല സ്ലോപ്പ് പോകുന്നത്, അകത്തൂടെയാണ് പോകുന്നത്. ഓപ്ഷൻ 3ലേക്ക് വരുമ്പം റെക്ടാങ്കിൾ അല്ല, അതൊരു സ്ക്വയർ ആണെന്ന് കാണാൻ പറ്റും. ഓപ്ഷൻ 1ലേക്ക് വരുമ്പം അത് ആക്ച്വലി ഇതൊരു ഹൊറിസോണ്ടൽ ആയിട്ടിരിക്കുന്നെങ്കിൽ ഓപ്ഷൻ 1ൽ വെർട്ടിക്കൽ ആയിട്ടിരിക്കുന്നത്. ആ കാരണം കൊണ്ട് ഓപ്ഷൻ 1 ഡിലീറ്റ് ചെയ്യാം. സോ ഓപ്ഷൻ 2 ഇസ് ദി ആൻസർ. ക്ലിയർ അല്ലേ? 4ാമത്തേത്, അതും ആക്ച്വലി ഒരു കംപ്ലീഷൻ ഫിഗർ ആണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഈ 3 ഫിഗർ, 4ാമത്തെ ഫിഗർ. ഈ 4ാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ആരോ മാർക്ക് അല്ലേ. ശരിക്കും നമുക്ക് വേണ്ടത് ഒരു ആരോ മാർക്കാണല്ലോ, ഈ ഒരു ഷേപ്പാണ് വേണ്ടത്. ആ ഒരു ഷേപ്പിൻ്റെ കേസ് വരുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ 4ഉം ഓപ്ഷൻ 2ഉം നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെയുള്ളത് ഓപ്ഷൻ 1ഉം 3ഉം ആണ്. ഇവിടെ നമ്മളൊന്ന് ഡീപ്പായിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന 2 ഓപ്പോസിറ്റ് സൈഡ്സ് ഉണ്ടല്ലോ, അതിൽ പുറമേ ഉള്ള ഒരു എക്സ്റ്റേണൽ ട്രയാങ്കിൾ കണ്ടോ. അതായത് ഈ 2 ഫിഗറിൻ്റെയും കാര്യമാണേ. ഈ 2 ഫിഗറിൽ നോക്കിയേ, അറ്റത്തുള്ളൊരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു 3 ലൈൻസ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റിലേക്ക് വരുമ്പോഴേക്കും ഓപ്പോസിറ്റ് ട്രയാങ്കിളിന് നേരെ പാരലായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം പരസ്പരം ഈ 2 ട്രയാങ്കിളിലും അറ്റത്തുള്ള ഈ ട്രയാങ്കിളിൻ്റെ കാര്യം കേട്ടോ, ഈ ട്രയാങ്കിളിലും ശരിക്കും പറഞ്ഞാൽ ഈ ലൈൻസ് ഇവിടെ പാരലായിട്ടും ഇവിടെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത്. ആ ഒരു പാറ്റേൺ നോക്കുമ്പം നമുക്ക് ബാക്കിയുള്ളത് ഓപ്ഷൻ 1ഉം 3ഉം ആണല്ലോ. അതിൽ ഇവിടെ തന്നിരിക്കുന്ന ഫിഗറിൽ ഓൾറെഡി പാരലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ വേണ്ടേ, ഓപ്പോസിറ്റാണ് വേണ്ടേ. നമുക്കറിയാം ഓപ്ഷൻ 3യിലാണ് അത് ഓപ്പോസിറ്റ് വരുന്നത്.
സോ ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. സോ വളരെ ചെറിയ മൈന്യൂട്ട് വ്യത്യാസം ഉണ്ടായിരിക്കുള്ളൂ. സോ അത് ക്ലിയർ ആയിട്ട് കണ്ടുപിടിക്കാനുള്ളതാണ് ഇതിലെ വിജയം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ 4ലേക്ക് പോകാം. ഇവിടെയും ചോദ്യം വളരെ ഡയറക്റ്റ് ആണ്. ശരിക്കും നമുക്ക് ആ പാറ്റേൺ നമ്മളൊന്ന് വരച്ച് നോക്കിയത് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ കത്തേണ്ടതാണ്. ഇവിടെ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടേ, നമ്മളിത് നേരെ ഒന്ന് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഈ സർക്കിൾ ഒന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നല്ലൊരു സർക്കിൾ, ഇതാണ് പാറ്റേൺ. ക്ലിയർലി നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ 2 ആണ് ഉത്തരവെന്നും. കാരണം ബാക്കി എല്ലാത്തിലും ശരിക്കും നമുക്കറിയാം ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന്റെ മിഡിൽ ടച്ച് ചെയ്ത് സ്ക്വയറിന്റെ ഏരിയ പോകുന്നു, ആ സ്ക്വയറിനകത്താണ് സർക്കിൾ വരുന്നത്, ആ സർക്കിളിനകത്താണ് ആർക്ക് വരുന്നത് അല്ലേ. ബാക്കി എല്ലാത്തിലും പാറ്റേണിൽ വ്യത്യാസമുണ്ട്. എന്നാൽ ഓപ്ഷൻ 2 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? സോ അടുത്ത ഫിഗർ, ഇതും ഒരു ഫിഗർ കംപ്ലീഷൻ ആണ്. പക്ഷെ എന്താ വ്യത്യാസം? ഇവിടെ ഫിഗറിന്റെ എണ്ണം കൂടുതലുണ്ട് അല്ലേ. ഇൻ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് സെലക്ട് എ ഫിഗർ ഫ്രം ദി ഓപ്ഷൻസ് വിച്ച് കംപ്ലീറ്റ്സ് ദ ഫിഗർ മെട്രിക്സ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ആക്ച്വലി ഒരു റോയിൽ 3 ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഫിഗറിന്റെ ഒരു കമ്പൈൻഡ് ഫോമാണ് തേർഡ് ഫിഗറിൽ, ഒരു കോമ്പിനേഷൻ ആണ്. റോ 2ൽ അത് തന്നെയാണ്, ഒന്നാമത്തെയും രണ്ടാമത്തെയും ഫിഗറിന്റെ കോമ്പിനേഷൻ ആണ് തേർഡ് ഫിഗർ. അങ്ങനെ നോക്കുമ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് റോ 3ലെ തേർഡ് ഫിഗറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഫിഗറിന്റെ ഒരു കോമ്പിനേഷൻ. നോക്കിയേ, ഇവിടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഫിഗർ കമ്പൈൻ ചെയ്താൽ എന്താ കിട്ടുന്നത്? നമ്മൾ വെറുതെ നോക്കിയാൽ മതി, അസ്യൂം ചെയ്താൽ മതി, നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ 3 ആണ് ഉത്തരവെന്ന്. കാരണം ബാക്കി എല്ലാത്തിലും നമുക്ക് ഫിഗറിലുള്ള ചേഞ്ച് കാണാൻ പറ്റുന്നതാണ് അല്ലേ. സോ നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 8ാമത്തെ ചോദ്യം നോക്കിയേ, ഇവിടെ എന്താ വ്യത്യാസം? നമ്മുടെ ഈ ഒരു ഫിഗർ കംപ്ലീഷൻ അല്ല വന്നിരിക്കുന്നത് അല്ലേ, ഇത് വേറൊരു പേപ്പർ കട്ടിംഗ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്, അതിലൊരു ചോദ്യമാണ്. among the 4 answer figures which one can be formed from the cut out pieces given below in the question figure. സോ ഒരു ക്വസ്റ്റ്യൻ ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ ഒരുപാട് ജോമെട്രിക്കൽ ഷേപ്സ് ഉണ്ടല്ലേ, ട്രയാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, സർക്കിൾ ഉണ്ട് അല്ലേ. അപ്പം ഈ ഷേപ്സ് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ ആൻസർ ഫിഗറിലെ ഏതൊക്കെ ഷേപ്സ് വരും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നോക്കിയേ, ശരിക്കും നമുക്ക് ഓരോ എലമെന്റ്സ് തമ്മിൽ ഒന്ന് ഒബ്സർവ് ചെയ്താൽ കിട്ടാവുന്ന ഉത്തരവേ ഉള്ളത്. ഒന്നാമത്തെ ഫിഗറിലേക്ക് പോകാം. ഒന്നാമത്തെ ആൻസർ ഫിഗർ നമുക്കറിയാം, നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗറിനകത്ത് ആക്ച്വലി ഒരു ട്രയാങ്കിൾ ഒക്കെ ഉണ്ട്. എന്നാൽ ശരിക്കും ഒന്നാമത്തിനകത്ത് ട്രയാങ്കിൾ ഉണ്ടോ? ഇല്ല. സോ ഒന്നാമത്തെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. രണ്ടാമത്തെ നോക്കിയേ, രണ്ടാമത്തിനകത്ത് ശരിക്കും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഔട്ട് സൈഡ് ആയിട്ട് 4 ട്രയാങ്കിൾ ഉണ്ട്, നടുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ആ നടുക്കത്തെ സ്മോൾ ട്രയാങ്കിൾ അവിടെ ഉണ്ട്, എന്നാൽ ഔട്ട് സൈഡ് 4 ട്രയാങ്കിൾ ഇവിടെ. ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ വന്നേക്കാം. സോ അതുകൊണ്ട് പലരും രണ്ടാമത്തെ ഫിഗറിനെ അപ്പം തന്നെ അവോയ്ഡ് ചെയ്യും, കാരണം ട്രയാങ്കിൾ അവിടെ ഇല്ലല്ലോ എന്നൊരു ചോദ്യം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആക്ച്വലി രണ്ടാമത്തെ ഫിഗറിൽ ആക്ച്വലി ഇതിലില്ലാത്ത വേറൊരു ഫിഗർ ഉണ്ട്. ഏതാ? ഒരു സ്ക്വയർ ഉണ്ടല്ലേ. ശരിക്കും ഒരു സ്ക്വയർ ഷേപ്പ് ആക്ച്വലി ഈ ഫിഗറിനകത്തില്ല, പക്ഷെ രണ്ടാമത്തെ ഫിഗറിൽ ആ ഒരു സ്ക്വയർ വന്നിട്ടുണ്ട്. ആ സ്ക്വയർ എവിടെ നിന്ന് വന്നു? നമുക്കവിടെ 4 ട്രയാങ്കിൾ മിസ്സിങ്ങുമാണ്, എന്നാൽ പുതിയൊരു സ്ക്വയർ വന്നിട്ടുണ്ട്. ആ സ്ക്വയർ എവിടെ നിന്ന് വന്നു? ഐഡിയ കിട്ടിയോ ആർക്കെങ്കിലും? ഒന്ന് നോക്കിയേ, അതാണ് ആ സ്ക്വയർ. 4 ട്രയാങ്കിൾ കാണാനില്ല. ഒന്ന് നോക്കിയേ, ഈ സ്ക്വയറിനെ ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ചാൽ ഇപ്പം എന്തായി? ആക്ച്വലി 4 ട്രയാങ്കിളിൻ്റെ കോമ്പിനേഷൻ ആയില്ലേ. അപ്പോൾ നോക്കിയേ, 4 ട്രയാങ്കിൾ സ്ക്വയർ ആയിട്ട് വന്നു. വലിയ സർക്കിൾ അവിടെ ഉണ്ട്, 2 ചെറിയ സർക്കിൾ അതുകൊണ്ട്, ഒരു ചെറിയ ട്രയാങ്കിൾ അതുകൊണ്ട്. സോ ക്ലിയർലി ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ഇവിടെ ശരിക്കും നമ്മളെ മിസ്റ്റേക്ക് ചെയ്യാനായിട്ടാണ് ശരിക്കും എന്ത് വന്നിരിക്കുന്നത്? ആ ഒരു ട്രയാങ്കിളിൻ്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. സോ നമ്മളിവിടെ ശ്രദ്ധിച്ച് ഡീപ്പായിട്ട് അനലൈസ് ചെയ്തെങ്കിലേ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? സോ നമുക്ക് 9th വണ്ണിലേക്ക് പോകാം. ഇതും ഒരു എന്താ കട്ട് ആൻഡ് ഫിഗർ എന്ന് പറയുന്ന ആ ഒരു പോർഷനിലെയാണ്. നോക്കിയറിയാം എന്താണ് ക്വസ്റ്റ്യൻ ഫിഗർ. ആ ക്വസ്റ്റ്യൻ ഫിഗറിലെ കംപ്ലീറ്റ് ചെയ്യുന്ന ആൻസർ ഫിഗേഴ്സ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഗ്ലാസിന് മുകളിലുള്ള ആ ഒരു ഓവൽ ഷേപ്പ് കണ്ടില്ലേ, അതാണ് ഇവിടുത്തെ ഒരു മെയിൻ പോയിന്റ്. കാരണം ആ ഒരു ഓവൽ ഷേപ്പ് നോക്കി അറിയാം, ഓപ്ഷൻ 2ൽ ആ ഒരു ഷേപ്പ് കാണാനില്ല, ഓപ്ഷൻ 4ലും ആ ഒരു ഷേപ്പ് കാണാനില്ല. പിന്നെ ഉള്ളത് ഈ 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അതിൽ പോലും ഈ ഒരു ഓവൽ ഷേപ്പ് കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ. അതും ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവൽ ഷേപ്പ് ആണെന്നുള്ളത് മാത്രമല്ല, പകരം ആ ഷേപ്പിന്റെ ആ ഒരു രീതിയാണ് ഒരു പ്യുവർ ഓവലായിട്ടല്ല തന്നിരിക്കുന്നത് അല്ലേ, പകരം ഒരു കട്ടിങ് എഡ്ജാണ് അതിനല്ലേ. സോ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോഴേക്കും ക്ലിയർലി ആ ഒരു ഇമേജ് വരുന്നത് ഓപ്ഷൻ 1ലാണ്. സോ ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. അടുത്തതും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ക്വസ്റ്റ്യൻ ഒന്ന് തല തിരിഞ്ഞേ ഉള്ളൂ. ഓക്കെ, നേരത്തെ നമ്മൾ ചോദിക്കുന്ന ആൻസറിലേക്ക് എങ്ങനെ വന്നു, ഇവിടെ നേരെ തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നോക്കിയേ, അതായത് ക്വസ്റ്റ്യൻ ഫിഗറിൽ ഒരുപാട് ഷേപ്സ് തന്നിട്ടുണ്ട്. ആ ഷേപ്സ് എല്ലാം വെച്ചുകൊണ്ട് സംഭവമാണ് ആൻസർ ഫിഗർ തന്നിരിക്കുന്നത്.
അതേതാണ് ആൻസർ ഫിഗർ എന്ന് കണ്ടുപിടിക്കണം. അതായത് വേറൊന്നുമില്ല, ക്വസ്റ്റ്യൻ ഫിഗറിലുള്ള ഷേപ്സ് ഒക്കെ താഴത്ത് കാണണം. നോക്കിയേ, നമുക്കറിയാം ഇവിടെ നോക്കുമ്പം ഒരു 4 സ്ക്വയർ ചേർന്ന് ഒരു വിൻഡോ ഫോം ചെയ്തിട്ടുണ്ടല്ലേ. ശരിക്കും ആ വിൻഡോ ഓപ്ഷൻ 4-ലും ഇല്ല, ഓപ്ഷൻ 3-ലും ഇല്ല. സോ അത് രണ്ടും ഓൾറെഡി കട്ടായി പോയി. പിന്നെ നമുക്കുള്ളത് ഓപ്ഷൻ 1 and 2 മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, ശരിക്കും ഡോർ ആക്ച്വലി 1-ലും 2-ലും ഉണ്ട്. സോ അത് പോകുന്നില്ല. പെൻറ്റഗൺ അതും 1-ലും 2-ലും ഉണ്ട്, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് നോക്കിയേ, ആ ഒരു സർക്കിൾ കണ്ടോ. ഇവിടുത്തെ സർക്കിൾ എന്ന് പറയുമ്പോഴേക്കും ഓപ്ഷൻ 1-ലെ സർക്കിൾ അതൊരു ക്രോസ് ഉണ്ടല്ലേ. 1-ൽ സർക്കിളിനകത്തൊരു ക്രോസ് ഉണ്ട്. നമ്മുടെ ഫിഗറിൽ അതുണ്ടോ? ഇല്ല. ഫിഗറിൽ ആക്ച്വലി പ്യുവർ സർക്കിൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പം ഓപ്ഷൻ 2 ആണ് ആൻസർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സെലക്ട് ദി കറക്റ്റ് മിറർ ഇമേജ് ഓഫ് ദ ഗിവൻ കോമ്പിനേഷൻ വെൻ ദ മിറർ ഈസ് പ്ലേസ്ഡ് അറ്റ് AB ആസ് ഷോൺ. ഇവിടെ എന്താണ് വ്യത്യാസം? നേരത്തെ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ മിറർ ഇമേജ് ആണല്ലേ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ എന്താ സംഭവം? നമുക്കറിയാം, നമ്മൾ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെയിം ഇമേജ് ആണോ കാണുന്നത്? ആണോ? അല്ല അല്ലേ. ചെറിയ വ്യത്യാസം. എന്താ വ്യത്യാസം? നമ്മുടെ ലെഫ്റ്റ് സൈഡ് റൈറ്റും റൈറ്റ് ലെഫ്റ്റും ആയിട്ട് തിരിഞ്ഞാ വരുന്നത് അല്ലേ. വൈ എന്തുകൊണ്ട്? അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ മിക്കവരുടെ ഒരു തെറ്റിദ്ധാരണ മിറർ ഇമേജ് ആണെങ്കിൽ എപ്പോഴും റൈറ്റും ലെഫ്റ്റും മാറും, അത് മാത്രമേ ഉള്ളൂ എന്നാ. അങ്ങനെയാണോ? അല്ല. മിറർ ഇമേജ് എന്ന് പറയുമ്പം കണ്ണാടി എവിടെ ഇരിക്കുന്നോ അവിടെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ മിറർ ഇമേജ് നമ്മുടെ കണ്ണാടി നമ്മുടെ റൈറ്റോ ലെഫ്റ്റോ ആണെങ്കിൽ നമ്മുടെ റൈറ്റും ലെഫ്റ്റ് മാറും. എന്നാൽ കണ്ണാടി ഇരിക്കുന്നത് നമ്മളുടെ മേളിലോ താഴെയോ ആണെങ്കിൽ നമ്മുടെ റൈറ്റും ലെഫ്റ്റ് മാറുമോ? ഇല്ല, നമ്മുടെ മേളും താഴെയാണ് മാറുന്നത്. ഇപ്പം നമ്മളിപ്പം ഈ പുഴയുടെ കാര്യം നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് തല കുത്തിയിലേ കാണുന്നേ. റൈറ്റും ലെഫ്റ്റ് മാറുന്നുണ്ടോ? ഇല്ല. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ണാടി എവിടെ ഇരിക്കുന്നു അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിറർ ഇരിക്കുന്നത് റൈറ്റോ ലെഫ്റ്റോ ആണെങ്കിൽ നമ്മുടെ റൈറ്റും ലെഫ്റ്റ് മാറും. കണ്ണാടി ഇരിക്കുന്നത് മേളിലോ താഴെയോ ആണെങ്കിൽ നമ്മൾ അപ്സൈഡ് ഡൗൺ ആയിട്ട് കാണും. ഓക്കെ, നമുക്ക് നോക്കാം. ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ AB ആണ് മിറർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. മിറർ എവിടെ ഇരിക്കുന്നത്? റൈറ്റ് അല്ലേ ഇരിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പം നമ്മുടെ റൈറ്റും ലെഫ്റ്റുമാണ് മാറേണ്ടത്. നിങ്ങൾ ഈ പാറ്റേൺ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആക്ച്വലി ഈ ഒരു പാറ്റേണിൽ ലെഫ്റ്റ് ഇരിക്കുന്നത് Rഉം റൈറ്റ് ഇരിക്കുന്നത് N-ഉം ആണ്. ഇമേജിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് N റൈറ്റിലേക്കും N ലെഫ്റ്റിലേക്കും R റൈറ്റിലേക്കും പോകും. നമുക്ക് നോക്കി അറിയാം ഓപ്ഷൻസ് 4 എണ്ണവും അങ്ങനെ പോയിരിക്കുന്നത്. അന്നേരം നമുക്ക് ചെറിയൊരു പണിയായി. നമുക്ക് നോക്കാം. ഓപ്ഷൻ 1-ലേക്ക് നോക്കിയേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വെറുതെ ആൽഫബറ്റ്സ് മാത്രം അങ്ങനെ റൈറ്റ് ലെഫ്റ്റ് മാറുവാണോ ചെയ്യുന്നത്? അല്ല. എന്താണ്? ആ ആൽഫബറ്റ്സും ആക്ച്വലി തിരിയുന്നുണ്ട്. ഈ N എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഇങ്ങനെ എഴുതും അല്ലേ. അത് മിററിലേക്ക് വരുമ്പോൾ എങ്ങനെ വരും? അത് ഇങ്ങനെ വരും. മനസ്സിലായോ? N-ഉം ആക്ച്വലി തലതിരിയും. അങ്ങനെ നോക്കുമ്പം ഓപ്ഷൻ 1 നോക്കിയേ. ഇവിടെ N തലതിരിഞ്ഞു, Q തലതിരിഞ്ഞു, P തലതിരിഞ്ഞു, ഇവിടെയും തലതിരിഞ്ഞു. ഇതും ഓക്കെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 പേരുടെ കാര്യം എടുക്കുമ്പം Wയും അതുപോലെ ഈ ഒരു സംഭവം, ഈ ഒരു സിമ്പിളും ആക്ച്വലി നമുക്ക് റൈറ്റും ലെഫ്റ്റും ഒരുപോലെ തന്നെ അല്ലേ. സോ അത് സെയിം ആയിട്ട് വന്നാൽ മതി. അതിൽ 6 തലതിരിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ക്ലിയർലി എന്താണ്? ഓപ്ഷൻ 1 ആണ് ആൻസർ. ഇനി നമുക്ക് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി മാത്രം നോക്കിയാൽ ഇവിടെ മനസ്സിലാവും. ഇവിടുത്തെ കേസിൽ ഇപ്പോൾ ഓപ്ഷൻ 2-ലേക്ക് വരുവാണെങ്കിൽ W ആക്ച്വലി എന്താണ്? തലതിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. അവിടെ റൈറ്റ് ലെഫ്റ്റും അല്ല മാറിക്കുന്നത്, W തലകുത്തിയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമുണ്ട് ആക്ച്വലി, കാരണം മിറർ ഇരിക്കുന്ന റൈറ്റ് സൈഡ് അല്ലേ. സോ ആ ഒരു കാരണത്താൽ ഓപ്ഷൻ 2 കട്ടായി പോവും. ഓപ്ഷൻ 3-ലേക്ക് വരുമ്പം Q ആണെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് മാറിയിട്ടില്ല. ആ ഒരു കാര്യം കൊണ്ട് ഓപ്ഷൻ 3-യും കട്ടായി പോവും. ഓപ്ഷൻ 4-ലേക്ക് വരുമ്പം എന്താ വന്നിരിക്കുന്നത്? ഓപ്ഷൻ 4-ലേക്ക് വരുമ്പം യെസ്, ഇവനിവിടെ തലയിരുന്നിട്ടുണ്ട്. സോ അത് വരുമ്പം ഓപ്ഷൻ 4-ഉം കട്ടായി പോകും. മനസ്സിലായോ? ആക്ച്വലി നമുക്ക് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് എടുത്ത് പറഞ്ഞു. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഓപ്ഷൻ 1 ആണെന്ന്. ബട്ട് ബാക്കി 3 ഓപ്ഷൻസ് എന്തുകൊണ്ട് പോയി എന്നുള്ളത് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇതും ആക്ച്വലി മിറർ ഇമേജ് തന്നെയാണ്. ചോദ്യത്തിലുണ്ട് മിറർ ഇരിക്കുന്നത് അതിൻ്റെ റൈറ്റ് സൈഡ് ആണല്ലേ. അറിയാം, മിറർ റൈറ്റ് സൈഡ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ തലതിരിയോ? ഇല്ല. പകരം നമ്മുടെ സൈഡ്സ് മാറും. റൈറ്റ് ലെഫ്റ്റിലോട്ടാവും, ലെഫ്റ്റ് റൈറ്റിലോട്ടാവും. ഇവിടെ നമുക്കറിയാം ഇവിടെ ഒന്നും തല തിരിഞ്ഞിട്ടില്ല, എല്ലാം അങ്ങനെ ഇരിക്കുന്നത്. എന്നാൽ സൈഡ് മാറിയിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ G റൈറ്റ് സൈഡും ആ സ്ക്വയർ ലെഫ്റ്റ് സൈഡുമാണ്. താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് G എവിടെ വേണ്ടേ? ലെഫ്റ്റ് സൈഡ് വേണം. പക്ഷേ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ G ലെഫ്റ്റ് സൈഡ് ഉള്ളത് ആക്ച്വലി ഓപ്ഷൻ 2-ലുണ്ട്. പിന്നെ എവിടെയുള്ള ഓപ്ഷൻ 3-ലും ഉണ്ട്. ഓപ്ഷൻ 4-ലും ഉണ്ടല്ലേ. അപ്പോൾ ഓപ്ഷൻ 1 അപ്പോൾ തന്നെ കട്ടായി പോയി. പിന്നെയുള്ളത് ബാക്കി 3 ഓപ്ഷൻസ് ആണ്. അവിടെ നോക്കിയേ, ഇവിടെ വേറൊരു കേസ് ഞാൻ പറഞ്ഞു, G മാത്രം മാറിയാൽ മതിയോ? പോരാ, Gയും തിരിയണം, Gയും തിരിഞ്ഞു വരണം. നമുക്കറിയാം ഓപ്ഷൻ C-യിൽ എന്താ വരുന്നത്? ശരിക്കുള്ള G തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ മതിയോ? പോരാ, നമുക്ക് G തലതിരിയണ്ടേ? തലയല്ല,
സൈഡ് തിരിയണ്ടേ. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ 3യും കട്ടായി പോയി. പിന്നെയുള്ളത് 2ഉം 4ഉം ആണ്. പിന്നെ എന്താ വഴി? പിന്നെ നോക്കി അറിയാം 2ഉം 4ഉം നോക്കാത്ത ആ ട്രയാങ്കിൾ നോക്കിയേ. അപ്പം ജിയുടെ ഒരു കഴിഞ്ഞു, സ്ക്വയറും കഴിഞ്ഞു. പിന്നെ ആ ട്രയാങ്കിൾ നോക്കിയേ. ആ ട്രയാങ്കിളിൽ നമ്മുടെ ഇമേജിലുള്ള ട്രയാങ്കിൾ ഇതാ ഇതുപോലെ ഇരിക്കുന്നല്ലേ. അപ്പം നമുക്ക് ഉത്തരത്തിൽ എങ്ങനെ വരണം? തിരിയണ്ടേ? തിരിയണം. ഇത് രണ്ട് നോക്കി അറിയാം. ഓപ്ഷൻ 4 വന്നിരിക്കുന്നത് ഇമേജിലെ സെയിം ട്രയാങ്കിളാണ്. അത് പറ്റുമോ? പറ്റില്ല. പക്ഷേ 2 വന്നപ്പോഴേക്കും അത് തിരിഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതും സെയിം ഫിഗർ തന്നെയാണ്, സെയിം ചോദ്യം തന്നെയാണ്. ഇവിടെയും നമ്മൾ എക്സ്പീരിയൻസ് നോക്കേണ്ടത് എവിടെയാണ് മിറർ എന്നുള്ളതാണ്. എവിടെ മിറർ ഇരിക്കുന്നത്? ഇവിടെ മിറർ ഇരിക്കുന്നത് റൈറ്റ് സൈഡ് ആയിട്ടാണ്. അഗെയിൻ ഞാൻ പറയുന്നു, തലയല്ല തിരിയേണ്ടത്, ലെഫ്റ്റും റൈറ്റോ തിരിയേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഈ ഒരു ആംഗിളാണ്. നോക്കിയേ, ഈ ഒരു ഏരിയ അതാണ് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം. നോക്കിയേ, ഇവിടുത്തെ ഒരു ഏരിയ ഇവിടെ റൈറ്റിലേക്കല്ലേ, നമുക്ക് ലെഫ്റ്റിലേക്കല്ലേ വേണ്ടേ. അങ്ങനെ നോക്കുമ്പം നമുക്കറിയാം 3ഉം 4ഉം അപ്പോൾ തന്നെ കട്ടായി പോയി. പിന്നെയുള്ളത് 2 ഓപ്ഷൻസാണ്. 2ഉം 4ഉം കട്ടായി പോയി. പിന്നെയുള്ളത് 2 ഓപ്ഷൻസാണ് 1ഉം 3ഉം. ഇവിടെ നോക്കി അറിയാം ഈ 1ലും 3കകത്തും നമുക്കറിയാം സിയും ഡിയും മാറും. ഓക്കെ, പക്ഷെ അവർ സ്ഥാനം മാറിയാൽ മതിയോ? പോരാ. പിന്നെ എന്തുകൂടി മാറണം? അവർ തനിയെ റൈറ്റും ലെഫ്റ്റും പരസ്പരം മാറണ്ടേ. അങ്ങനെ നോക്കുമ്പം ഏതാണ് ഉത്തരം? ഓപ്ഷൻ 3 ആണ് ആൻസർ. കാരണം ഇവിടെ സിയും ഡിയും ചോദ്യത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കിടക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതും സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അതും മിറർ എവിടെ വിളിച്ചിരിക്കുന്നത്? റൈറ്റ് സൈഡ് ആണ്. ഓക്കെ, സോ അഗെയിൻ പറയുന്നു, റൈറ്റ് സൈഡ് ആണ് മിററെങ്കിൽ എങ്ങോട്ട് പോകും? സംഗതി സൈഡുകൾ മാറും. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു സിമ്പിൾ സൈഡ് മാറിയാൽ മാത്രം മതിയോ? പോരാ, ആ ലെറ്റേഴ്സും മാറണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർലി മനസ്സിലാവും. ശരിക്കും ഇവിടെ 7 ലെഫ്റ്റ് ആണ്. 7 എവിടെ നിന്ന് തുടങ്ങണം? റൈറ്റിലേക്ക് വരണം. 7 ലെഫ്റ്റിലേക്ക് വന്നിട്ട് 7ഉം റൈറ്റിലേക്ക് വരണം. അപ്പോൾ ഇവിടെ എല്ലായിടത്തും 7 റൈറ്റിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഓപ്ഷൻ 4ൽ 7 തല തിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓപ്ഷൻ 4 പോയി. എന്നാൽ പിന്നീട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും 7 തല തിരിഞ്ഞു, ഡി തല തിരിഞ്ഞു, ഡബ്ല്യു തല തിരിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആക്ച്വലി മിറർ സൈഡിലല്ലേ. സോ അങ്ങനെ ഡബ്ല്യുവിൻ്റെ റൈറ്റും ലെഫ്റ്റും ഒരുപോലെയാണ്. സോ അതങ്ങനെ തന്നെ വന്നു. 6 തിരിഞ്ഞു വന്നിട്ടുണ്ട്, സെഡ് തിരിഞ്ഞു വന്നു, 4 തിരിഞ്ഞു വന്നു, ജെ തിരിഞ്ഞു വന്നു. സോ ക്ലിയർലി ഓപ്ഷൻ 3 ആണ് ഉത്തരം. സോ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കിട്ടും. ഓക്കെ, നമുക്ക് ഒറ്റ നോട്ടത്തിൽ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ എലമെന്റ്സ് എടുത്ത് നോക്കിയാൽ മതി. സുഖമായിട്ട് നമുക്ക് ഒന്നുകിൽ ഓപ്ഷൻസ് കട്ട് ചെയ്ത ഉത്തരത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ നേരെ ഉത്തരത്തിലേക്ക് എത്താം. അത് നിങ്ങളുടെ ഇതനുസരിച്ചിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. ഇവിടെയാണ് ഒരു വ്യത്യാസം. ഇവിടെ ഒറ്റ വ്യത്യാസമുള്ളത്, കണ്ണാടി ഇരിക്കുന്നത് താരത്താണ്. ഇത്ര നേരം കണ്ണാടി സൈഡുകളിലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ റൈറ്റ് ലെഫ്റ്റ് മാറിയെങ്കിൽ ഇവിടെ റൈറ്റ് ലെഫ്റ്റ് മാറുമോ? ഇല്ല. ഇവിടെ എന്താ മാറുന്നത്? തല കുത്തനെ വരും അല്ലേ. ഇവിടെ തല കുത്തനെ വരും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുക്കാവുന്ന നടുക്കത്തുള്ള യു ആണ്. ഈ യു തലകുത്തി വരണം നമുക്കറിയാം. അപ്പോൾ തന്നെ ഓപ്ഷൻ എ കട്ടായി പോകും. കാരണം എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എയിൽ യു അതുപോലെ തന്നെ ഇരിക്കുക. സോ ബാക്കിയുള്ള എലമെന്റ്സ് നമുക്ക് അങ്ങനെ നോക്കിയാൽ മതി. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ബാക്കി എമ്മും ബിയും എല്ലാം തല കുത്തിയാൽ വരണ്ടേ. അങ്ങനെ നോക്കിയേ, എമ്മും ബിയിൽ നമുക്ക് എനിക്കൊന്നും വേറെ നോക്കാനില്ല. കാര്യം അത് ആക്ച്വലി തല കുത്തന്നെ വന്നേക്കുന്നത്. പിന്നെ ബി തല കുത്തിയാലും നമുക്ക് മനസ്സിലാവത്തുമില്ല. സോ അത് ഓക്കെയാണ്. താഴത്തേക്ക് വാ. റുപ്പിയും എല്ലും, റുപ്പീസിൻ്റെ ചിഹ്നമുണ്ട്, എല്ലും ഉണ്ട്. ആക്ച്വലി എല്ല് തല കുത്തിയാൽ മതി. സൈഡ് മാറേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എല്ലിൻ്റെ ഈ ഒരു എക്സ്റ്റൻഷൻ ഇല്ല. അത് എങ്ങോട്ടാ? റൈറ്റ് സൈഡിലേക്കല്ല വന്നേക്കണേ. പക്ഷേ ഇവിടെ നോക്കിയേ, 4ൽ അത് ലെഫ്റ്റിലേക്കാണ് വന്നേക്കണേ. അങ്ങനെ വരേണ്ട ആവശ്യമുണ്ടോ? ആക്ച്വലി എല്ല് തല കുത്തി, ഓക്കെ, പക്ഷേ ഈ സൈഡ് മാറേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ 4ഉം പോയി. പിന്നെയുള്ളത് 2ഉം 3ഉം. നമുക്കറിയാം നമ്മൾ എം നോക്കി, ബി നോക്കി, എല്ലും നോക്കി, യു നോക്കി. ഇത് നോക്കാനുള്ളത് റുപ്പിയാണ്. സോ റുപ്പിയിലാണ് ഇതിൻ്റെ ആ ഒരു ആൻസർ ഇരിക്കുന്നത്. 2 ആണോ 3 ആണോ എന്നുള്ളത് നോക്കിയേ. ഇവിടെ നമുക്കറിയാം റുപ്പീസിൻ്റെ ചിഹ്നം നമ്മൾ നേരത്തെ എല്ലിൻ്റെ കാര്യം പറഞ്ഞു, തല കുത്തി വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി റുപ്പീസിൻ്റെ ഇതിൻ്റെ ആ ഒരു വാലില്ലേ, ഈ ഒരു സംഭവം അതിൻ്റെ സൈഡ് മാറേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് ആക്ച്വലി ഇപ്പം റൈറ്റിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നെങ്കിൽ ആ തല കുത്തിന് വരുമ്പോഴും അത് എങ്ങോട്ടും തിരിഞ്ഞിരിക്കണം? റൈറ്റിലേക്ക് തിരിഞ്ഞിരിക്കണം. എന്നാൽ ഓപ്ഷൻ 3ൽ അത് ലെഫ്റ്റിലേക്ക് ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പം ഓപ്ഷൻ 3യും പോയി. ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് മേ ബി ചില എലമെന്റ്സ് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം. മനസ്സിലായി? ശരിക്കും നമ്മൾ ആദ്യമേ ഈ റുപ്പി നോക്കിയായിരുന്നെങ്കിൽ മേ ബി എത്തിയേക്കാമായിരുന്നു, അറിയില്ല. സോ നമ്മളിങ്ങനെ പല പല കോമ്പിനേഷൻ നോക്കിയാണ് ആൻസറിലേക്ക് എത്താൻ പറ്റുക. ഓക്കെ, അടുത്ത ചോദ്യം. ഇവിടെയും ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. മിറർ ഇരിക്കുന്നത് റൈറ്റ് സൈഡ് ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കിയറിയാം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതൊരു
ആരോ മാർക്കാണല്ലേ ക്വസ്റ്റ്യൻ, ഇതൊരു ആക്ച്വലി ഒരു ആരോ മാർക്കിന്റെ ഒരു ഷേപ്പാണ്. അങ്ങനെ നോക്കുമ്പം ഓപ്ഷൻ 4 അപ്പോൾ തന്നെ കട്ടായി പോകും, കാരണം അതൊരു ആരോ മാർക്ക് അല്ല അല്ലേ. പിന്നെ നമുക്കറിയാം ഈ ആരോ മാർക്ക് റൈറ്റിലേക്കാണ് ചെയ്തിരിക്കുന്നത്, കണ്ണാടിയും റൈറ്റ് ആണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആരോ മാർക്ക് അങ്ങോട്ടും ലെഫ്റ്റിലേക്ക് വരണം. പക്ഷേ ഈ നമ്മുടെ ബാക്കിയുള്ള 3 ഓപ്ഷൻസിലും 1, 2, 3ലും ആരോ മാർക്ക് ലെഫ്റ്റിലേക്കാണ്. സോ നമുക്ക് ഈ 3ൽ ഏതും ആവാം. ഇനി നമുക്ക് ഏതാ നോക്കണ്ടേ? നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ആക്ച്വലി പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് ഈ ഒരു സെമി സർക്കിളാണ്. ഈ സെമി സർക്കിൾ കണ്ടായിരുന്നോ, ഈ സെമി സർക്കിൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് സൈഡ് ഉണ്ട്, വൈറ്റ് പോർഷൻ ഉണ്ട്. ഇതിൽ ബ്ലാക്ക് പോർഷൻ ആക്ച്വലി ക്വസ്റ്റ്യനിൽ റൈറ്റ് സൈഡും വൈറ്റ് പോർഷൻ ലെഫ്റ്റ് സൈഡുമാണ്. സോ നമുക്ക് സംഗതി തിരിയണ്ടേ? തിരിയുമ്പോൾ നമുക്ക് ബ്ലാക്ക് പോർഷൻ എവിടെ വേണം? ബ്ലാക്ക് പോർഷൻ റൈറ്റ് സൈഡ് വേണം അല്ലേ. പക്ഷെ നമുക്കറിയാം ഓപ്ഷൻ 3ൽ ബ്ലാക്ക് പോർഷൻ ലെഫ്റ്റ് തന്നെ ഇരിക്കുന്നത്. ചോദ്യത്തിൽ എങ്ങനെയാണോ അതേ സെയിം അതുപോലെ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അങ്ങനെ ഓപ്ഷൻ 3യും നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഉള്ളത് 1ഉം 2ഉം മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് നോക്കിയറിയാം. ഇനി നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഓപ്ഷൻ നോക്കിയാലും ഈ സർക്കിളിൻ്റെയും ട്രയാങ്കിളിൽ നോക്കിയാലും നമുക്ക് വേറൊരു പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും കാണാനില്ല. പിന്നെയുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഒരു വഴി എന്താ, ഇവിടെയുള്ള ഈ ഒരു ലൈനാണ് കണ്ടോ, ഈ ഒരു ലൈൻ. ആക്ച്വലി ഈ ഒരു ലൈൻ നമുക്ക് നോക്കിയറിയാം ഇപ്പം അത് റൈറ്റിലേക്ക് ചെരിഞ്ഞായിരിക്കുന്നത്. ഒരു 45 ഡിഗ്രി ചെരിഞ്ഞാണ് ഈ ഒരു ലൈൻ ഇരിക്കുന്നത് റൈറ്റിലേക്ക്. മിറർ ഇരിക്കുന്നത് നമ്മുടെ സൈഡിലായതുകൊണ്ട് തന്നെ ഇത് നേരെ ഓപ്പോസിറ്റ് തിരിയണം. എന്നാൽ ഈ 1ലും 2ലും നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ ഈ ലൈൻ ഇരിക്കുന്നത് അതേപോലെ സെയിം ഡിറ്റോ ആയിട്ടാണ് ഈ ഓപ്ഷൻ 2ൽ ഇരിക്കുന്നത്. അങ്ങനെ വരുമോ? അങ്ങനെ വരില്ല. സോ ഓപ്ഷൻ 2 നമുക്ക് കട്ട് ചെയ്ത് കളയാം. സോ ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. സോ നമ്മൾ ശരിക്കും എന്താ പറയുക, നമ്മുടെ എക്സാംസിന് നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഓരോ പാറ്റേൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ശരിക്കും റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലായി കാണും, ശരിക്കും വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന. നമുക്കറിയാം ഒന്നാമത് കോമ്പറ്റീവ് എക്സാം നമുക്ക് സമയം വളരെ കുറവാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതുപോലെ ചോദ്യം കിട്ടിയാൽ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. സോ പ്രാക്ടീസ് തന്നെയാണ് ഏറ്റവും നല്ല വഴി, അതൊരു ഒബ്സർവേഷനും. സോ നിങ്ങൾക്ക് ചോദ്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ.